എത്ര കൂടിയ ചുമയും കഫക്കെട്ടും മാറ്റി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കഫത്തെ പുറന്തള്ളി ശ്വാസകോശത്തെ ക്ലീനാക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത നാട്ടുമരുന്ന് കൂട്ടിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. വെറും 3 ദിവസം കൊണ്ട് തന്നെ ചുമയും കഫക്കെട്ടുമെല്ലാം ശമിപ്പിക്കുന്ന ഈ ഒരു അത്ഭുത നാട്ടുമരുന്ന് തയ്യാറാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ആദ്യം നോക്കിയിട്ട് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റി പറയാം. ചെറുതേൻ, ചുവന്നുള്ളി, ഇഞ്ചി, തുളസിയില, കുരുമുളക് എന്നീ 5 ചേരുവകൾ മാത്രം മതി കഫക്കെട്ട് പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്ന ഈ അത്ഭുത നാട്ടുമരുന്ന് തയ്യാറാക്കാൻ. കഫത്തെ പൂർണ്ണമായും ഇളക്കിക്കളയുന്ന ഈ ഒരു നാട്ടുമരുന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം ചുവന്നുള്ളിയും ഇഞ്ചിയും തൊലികളഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലൊരു ഇടികളെടുത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ഇഞ്ചിയാണെങ്കിൽ ഇഞ്ചി, ചുവന്നുള്ളിയാണെങ്കിൽ ചുവന്നുള്ളി, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തായാലും ഞാനിവിടെ ചുവന്നുള്ളിയാണ് ഇതിനായി ആദ്യമായിട്ട് എടുക്കുന്നത്. ഇനി ഇതെടുത്ത് ഈ കല്ലിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്ത ശേഷം ഇതുപോലൊരു വെള്ളത്തുണിയുടെ സഹായത്തോടുകൂടി ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് 1 സ്പൂൺ അളവിൽ മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഇനി ഇതേപോലെ തന്നെ രണ്ടാമതായി ഇഞ്ചിയും ഇതേ രീതിയിൽ ചതച്ചെടുത്ത് 1 സ്പൂൺ അളവിൽ ഇതിൻ്റെ നീരെടുത്ത് അതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തുളസിയിലയും ഇതേ രീതിയിൽ തന്നെ ഈ കല്ലിലേക്ക് ഇട്ട് നന്നായി ഇടിച്ചു പിഴിഞ്ഞ് ഇതിൻ്റെ നീരും 1 സ്പൂൺ അളവിലെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ചുവന്നുള്ളിയുടെയും ഇഞ്ചിയുടെയും തുളസിയിലയുടെയും നീര് തുല്യ അളവിൽ ഓരോ സ്പൂൺ വീതമാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കുരുമുളക് ചെറുതായി ഒന്ന് ചതച്ചിട്ടോ അതല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ എടുത്ത് ഒരു 1/4 ടീസ്പൂൺ അളവ് അതല്ലെങ്കിൽ ഒരു പിഞ്ച് എന്ന അളവിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നതാണ്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ചെറുതേനാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾ തേൻ ചേർക്കുമ്പോൾ ചെറുതേൻ തന്നെയാണ് ചേർക്കേണ്ടത്. കാരണം വൻതേനേക്കാളും കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ളത് ചെറുതേനാണ്. അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ശുദ്ധമായ ചെറുതേൻ യൂസ് ചെയ്യാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ചെറുതേൻ എന്ന പേരിൽ നിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പലതും വ്യാജനാണ്. അതിനാൽ ചെറുതേൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ പറഞ്ഞ പോലെ 1 സ്പൂൺ ചെറുതേനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഈ കാണുന്ന രീതിയിൽ ഈ കൂട്ടുകളെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ ചുമയും കഫക്കെട്ടും പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്ന ഈ ഒരു നാട്ടുമരുന്ന് തയ്യാറായി കഴിഞ്ഞു. ഇനി ചുമയുടെയും കഫക്കെട്ടിന്റെയും അന്തകനായ ഈ നാട്ടുമരുന്ന് രാവിലെയും രാത്രിയിലുമായി 2 നേരങ്ങളിലായിട്ടാണ് കഴിക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ ഈ നാട്ടുമരുന്ന് തയ്യാറാക്കി തുടർച്ചയായി 3 ദിവസം അടുപ്പിച്ച് ദിവസവും 2 നേരങ്ങളിലായി നിങ്ങളിത് കഴിക്കുമ്പോൾ എത്ര ഇളകാതെ കെട്ടിക്കിടക്കുന്ന കഫവും ഇളകിപ്പോരുമെന്ന് മാത്രമല്ല അതുമൂലമുണ്ടാകുന്ന വിട്ടുമാറാത്ത ചുമയും പാടെ മാറുന്നതാണ്. വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സുരക്ഷിതമായി ഈ പറഞ്ഞ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളത് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ശേഷം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകാൻ ഇതിൻ്റെ റിസൾട്ട് കമൻ്റായി ഒന്ന് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എത്ര വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും മാറ്റി ശ്വാസകോശത്തെ ക്ലീനാക്കാൻ സഹായിക്കുന്ന ഈ ഒരു അത്ഭുത നാട്ടുമരുന്നിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്.